ചെയ്യുക, ബ്രേക്കിൽ വണ്ടിക്ക് ഇൻഡിക്കേഷൻ കൊടുക്കുക, ലൈൻ ചേഞ്ച് ചെയ്യുക, സ്മൂത്തായിട്ട് ചേഞ്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ചാൻസ് കിട്ടുമ്പോൾ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ മിറർ ബ്രേക്ക് ചെയ്യുമ്പോൾ മിറർ ഒരു വട്ടം നോക്കിയാൽ പോരാ, ഒരു 4-5 വട്ടം മിറർ നോക്കണം. പിന്നെ ഹമ്പ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കിന് കാലെടുക്കണം കേട്ടോ. ഒരു ടയറിൻ്റെ ഇടയിൽ ആക്സിലേറ്റർ കൊടുക്കണം. ഇനി റൈറ്റ് ലൈനിൽ വരണം. ആ വണ്ടി കുറച്ച് സ്ലോ ആണ്, ഞാൻ അതിൻ്റെ ഫ്രണ്ടിലേക്കാണ് ലൈൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പം തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യാം കേട്ടോ, ആരെങ്കിലും ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടോ എന്ന് നന്നായിട്ട് നോക്കണം. റൈറ്റിലേക്ക് വരണം. സ്പീഡ് ഇത്തിരി ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലൈൻ ചേഞ്ച് ചെയ്യുക കേട്ടോ. ഇപ്പോൾ സ്പീഡ് എന്തിൻ്റെ സൊല്യൂഷൻ സ്പീഡാണ്. സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആകും. അപ്പോൾ സ്പീഡ് ഇല്ലാതെ നമ്മൾ ലൈൻ ചെയ്യാതെ റിസ്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സീബ്ര നമ്മൾ വണ്ടി നിർത്തരുത്. അപ്പോൾ അവിടെ ഒരു വണ്ടിയുടെ ഗ്യാപ്പ് കിട്ടിയാൽ നമ്മൾ മൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആൾക്കാർ ക്രോസ് ചെയ്യാൻ വരുന്നുണ്ട്. ഐ സ്റ്റോപ്പ്ഡ് ഫോർ ദം. ഒരാൾ പോയാൽ അടുത്ത ആൾ വരും. ഇപ്പോൾ വീണ്ടും നമ്മൾ നോക്കണം. ഓക്കെ, ഇനി റൈറ്റാണ് പോകുന്നത്. അപ്പോൾ റൈറ്റിൽ നമുക്ക് 2 ലൈൻ ഫ്രീ ആണെങ്കിൽ പോവാം. ഉള്ളിൽ വണ്ടി ഹെവി വണ്ടികൾ ഉണ്ടോ എന്ന് നോക്കണം. 2 ലൈൻ ഫ്രീ ആണ്, 3 ലൈനും ഫ്രീ ആണ്. സോ ഐ ക്യാൻ ഇപ്പം തന്നെ 2 സൈഡും നോക്കുക കേട്ടോ. സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. എനിക്ക് ലൈൻ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ 40 ആയി. സേഫ്റ്റി ചെക്ക് ചെയ്തു, ലൈൻ ചേഞ്ച്. അവിടെ ഒരു വണ്ടി ഉണ്ട്, അവരിങ്ങോട്ട് ലൈൻ മാറുന്നു, നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യണം കേട്ടോ. എന്തിൻ്റെ സൊല്യൂഷൻ സ്പീഡാണ്. ഇപ്പം നമ്മൾ സ്പീഡിൽ തന്നെ ഓടിക്കുക കേട്ടോ. അപ്പോൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് എത്രയാണോ ആ ലിമിറ്റിൽ ഓടിക്കുക. ഇനി എനിക്ക് നെക്സ്റ്റ് റൗണ്ട്, ഇപ്പോൾ ഫ്രണ്ടിലെ വണ്ടി നല്ല സ്ലോ ആണ്, എനിക്ക് അടുത്ത റൗണ്ട് പോയിട്ടൊന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇപ്പോൾ എപ്പോൾ നമ്മൾ റൈറ്റ് ലൈൻ കീപ്പ് ചെയ്യണം കേട്ടോ. എനിക്ക് അടുത്ത റൗണ്ട് പോയി ലെഫ്റ്റ് പോകേണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ലൈൻ ചേഞ്ച് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഒരു ലൈൻ റൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യാണ്. ഒന്നിനല്ല, നിങ്ങളൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് ടെസ്റ്റ് ഏരിയ ആണ്. ഇപ്പം ഈ റൗണ്ട് ബോർഡിൽ എന്തില്ല, റൈറ്റ് ഇല്ല, സ്ട്രൈറ്റും ഇല്ല, ലെഫ്റ്റ് യൂ ടേൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ റോഡ് മാർക്കിംഗ് നോക്കാം കേട്ടോ. നമ്മൾ റൗണ്ട് ബോർഡിൽ ഇപ്പോൾ സെൻട്രൽ ലൈനിൽ പോയി ഞാൻ ലെഫ്റ്റ് പോകാം, കാരണം ഇവിടെ ഈ ലെഫ്റ്റ് പോവാം. റോഡ് മാർക്കിംഗ് നോക്കിയാൽ മതി. ഈ 3 ലൈൻ നമുക്ക് ലെഫ്റ്റ് പോവാം. എന്തുകൊണ്ട്, ഈ റൗണ്ട് ബോർഡിൽ എന്തില്ല, റൈറ്റ് ഇല്ല, അതേപോലെ സ്ട്രൈറ്റും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഈ ലൈൻ എനിക്ക് ലെഫ്റ്റ് പോകാൻ പറ്റും. പിന്നെ ട്രക്കിന് അടുപ്പിച്ച് നമ്മൾ വണ്ടി കണ്ട, ട്രക്കിൻ്റെ ബാക്ക് ഭാഗം നമ്മളെ ലൈനിലുള്ളത് കണ്ടോ. അപ്പോൾ ഞാൻ സ്ലോ ഡൗൺ ചെയ്തു, ഡിസ്റ്റൻസ് വെച്ചു. ഓക്കെ, ഇപ്പോൾ ഞാൻ സേഫാണ്. എനിക്ക് എന്ത് ചെയ്യാം, എൻ്റർ ആവും. പിന്നെ നമ്മളിപ്പോൾ ലെഫ്റ്റ് ലൈൻ കീപ്പ് ചെയ്യണ്ട. നോക്കിയാൽ ട്രക്കിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങോട്ട് വന്നു കണ്ടോ. അപ്പോൾ ട്രക്ക് ഇപ്പോൾ കുറച്ച് വീശിയേ ഓടിക്കുള്ളൂ. ഇനി എന്ത് ചെയ്യണം, റൈറ്റ് ലൈനിലേക്ക് വരണം. സേഫ്റ്റി ചെക്ക്, ഇൻഡിക്കേറ്റർ. ഇപ്പോൾ നമ്മൾ ലൈനിലേക്ക് വരണം കേട്ടോ. അതാണ് നമ്മൾ ലക്ഷ്യം. ഓക്കെ, ഇനി സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. നമുക്ക് ഓവർടേക്കിംഗ് അതേപോലെ ലൈൻ ചേഞ്ചിങ് ഒക്കെ പറഞ്ഞാൽ നമുക്കൊരു 70 വരെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നേരെ ഓടിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു 60-65 മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. ഞാനിവിടെ പാർക്ക് ചെയ്യാൻ പോവാണ്. മിറർ ഫസ്റ്റ്, ദെൻ ബാക്കിൽ വണ്ടിക്ക് ഇൻഡിക്കേഷൻ കൊടുക്കുക, വീണ്ടും ചെക്ക് ചെയ്യണം, എന്നിട്ട് സ്ലോലി ബ്രേക്ക് ചെയ്യട്ടോ. സഡൻ ബ്രേക്ക് ചെയ്യരുത്, കാരണം ബാക്കിൽ വണ്ടിയുണ്ട്. അപ്പോൾ ഇവിടെ ഷോൾഡർ ഇതാണ്, ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഷോൾഡർ കഴിഞ്ഞിട്ട് ക്വാർട്ടർ വലിക്കുക, സ്റ്റഡി ആക്കുക, തിരിച്ചൊരു ക്വാർട്ടർ വലിക്കാം, മെല്ലെ. അപ്പോൾ ഫ്രണ്ടിൽ ആ കോർണർ കാണുന്ന രീതിയിൽ നിർത്തണം. ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്തു, ഹാൻഡ് ബ്രേക്ക് ഇട്ട് പാർക്കിംഗ് കിട്ടും. ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇനി തുടങ്ങുകയാണെങ്കിൽ നമ്മളത് SMS ഫോളോ ചെയ്യാം. ഡ്രൈവ്, ഹാൻഡ് ബ്രേക്ക് ഡബിൾ ഓഫ് ചെയ്യാം, സേഫ്റ്റി ചെക്ക്, ഇൻഡിക്കേറ്റർ ആൻഡ് ഗോ. ഇഫ് സേഫ് വി ക്യാൻ ഗോ. അപ്പോൾ സേഫായിട്ട് നമ്മൾ എടുക്കാതിരിക്കരുത്, സേഫാണ് എടുക്കണം. അതാണ് നമ്മൾ കോൺഫിഡൻസ്. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കരുത്. റൗണ്ടബിൾ ചാൻസ് കിട്ടിയാൽ എടുക്കണം, എടുക്കാതിരിക്കരുത്. ഈ ലൈൻ നമുക്ക് ഇങ്ങോട്ടൊക്കെ പോകാം. ഇത് റോഡ് മാർക്ക് സ്ട്രൈറ്റ് മാത്രമേ ഉള്ളൂ. ഈ റോഡ് പുതിയതായിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ റൈറ്റിലേക്കുള്ളത്. അപ്പോൾ 3 ലൈനും ഫ്രീ ആണ്, കാരണം ഫസ്റ്റ് എക്സിലേക്ക് വണ്ടി പോവും. ഓക്കെ, അവർ
ലോങ് ആണ്. ഈ സെൻട്രലെത്തുമ്പോൾ ഇൻഡിക്കേറ്റർ ചേഞ്ച്, സെൻറ്റർ മിറർ, ബ്ലൈൻഡ് സ്പോട്ട്. ഓക്കെ, ഞാനിവിടെ പാർക്ക് ചെയ്യാം. മിറർ, ഇൻഡിക്കേറ്റർ. വീണ്ടും വീണ്ടും നമ്മൾ മിറർ ചെക്ക് ചെയ്യണം. ഒരു ക്വാർട്ടർ വലിക്കുന്നു, സ്റ്റഡി ആക്കുന്നു, തിരിച്ചൊരു ക്വാർട്ടർ വലിക്കുന്നു, സ്റ്റഡി ആക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. ഈ രീതിയിലാണ് ടെസ്റ്റ് ഫിനിഷ് ആവുക നമ്മൾ. പിന്നെ എമർജൻസി പാർക്കിംഗ് ഉണ്ടെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ നിർത്തി കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1, 2, 3. ഓക്കെ, ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. SMS ചെയ്തു, ഡ്രൈവ്, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തു, സേഫ്റ്റി ചെക്ക് ചെയ്തു, ഇൻഡിക്കേഷൻ യൂസ് ചെയ്തു. അവർ വണ്ടി വരുന്നുണ്ട്, പക്ഷെ അവരുടെ മൂവ്മെൻറ്റ് നമ്മൾ നോക്കണം. അവരിങ്ങനെ തിരിഞ്ഞാൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇൻഡിക്കേറ്റർ നമ്മൾ ഒരിക്കലും ബിലീവ് ചെയ്യരുത്.